എന്തോ എല്ലാവർക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് താല്പര്യം. സഹകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ശരിയാണെന്ന് മറ്റാളെ ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ ആൾക്കാരും ശ്രമിക്കുന്നത്. നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഒരുമിച്ച് സഹകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ഭാഗമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ പ്രായോഗികമായിട്ടുള്ള അനുഭവതലങ്ങളെ സത്യസന്ധമാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ കൂടുതലും ഈ മൊബൈൽ ഫോണും മറ്റുള്ള വഴിയിലോട്ട് തിരിഞ്ഞു പോകുന്ന സത്യസന്ധത താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അപ്പുറത്തിരിക്കുന്ന മൊബൈൽ ഫോണിന് അനുഭവമില്ലാത്തതുകൊണ്ട്. അനുഭവമുള്ളൊരു മനുഷ്യനുമായിട്ട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത അനിവാര്യമായിട്ടുള്ളൊരു ഭാഗമാണ്. സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് തുടർച്ചയായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് ആരോഗ്യവും നമുക്ക് ആശ്വാസവും കിട്ടുന്നത് ഒരു മനുഷ്യനുമായിട്ട് സഹകരിക്കുമ്പോഴാണ്, ജീവനുമായിട്ട് സഹകരിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഒരുമിച്ച് താമസിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരുമ മെച്ചപ്പെടുത്തുന്ന ഭാഗമല്ല. അതുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടെന്ന് പോലും അവരറിയത്തില്ല. പലവരിലും അഹങ്കാരം അവരിലുണ്ടെന്നുള്ള ഭാഗം പോലും അവരറിയുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു എന്നൊരു ഭാഗമല്ല, ഞാൻ ചെയ്യുന്നതിനാണ് പ്രാധാന്യം. അത് അഹങ്കാരത്തിൽ നിന്നാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ തിരിച്ചറിവ് മാത്രമാണ്. അവിടെയാണ് ആശ്വാസം. നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് സത്യസന്ധമായിട്ടുള്ള തെളിച്ചം സാധ്യമാകുന്നത്.
എപ്പോഴും ഉള്ളിൽ നിന്നാണ് നമ്മൾ ഉണരുന്നത്. അപ്പോൾ എത്രത്തോളം ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വൃത്തിയായിട്ട് പ്രായോഗികമായിട്ട് അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു, അത്രയും ആശ്വാസം. നട്ടെല്ല് നിവർന്നു വരണം. നിരന്തരം നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തനവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ആശ്വാസത്തിന്, സ്ഥിരതയാണ് ആശ്വാസത്തിന് ഇടയാക്കുന്നത്. ദീപക്, ഹായ്. നിരന്തരം നമ്മളിലുണ്ടാകുന്ന പ്രവർത്തനത്തെ സസൂക്ഷ്മം പരിശോധിച്ചാൽ തെളിഞ്ഞു വരും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം.
നമ്മൾ ചുറ്റുപാടുമുള്ള സാഹചര്യത്തെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത് in a situation where nothing is going right, whatever you do is not helping. അങ്ങനെയല്ല, നോട്ട് വാട്ട് എവർ യു ഡൂയിങ്. നമ്മൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. നമ്മൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്തു നിന്ന് മാറുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നത്. നമ്മളെ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളുടെ പ്രവർത്തനം നിരന്തരം അനുഭവിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. വളരെ വ്യക്തമാണ്, വളരെ ലളിതമാണ്. പക്ഷേ സമൂഹത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ സ്വാധീനത്തിലാണ് അനുഭവം എന്താണെന്ന് യാതൊരു കാരണവശാലും ഒരു പിടുത്തവും കിട്ടാതെ പോകുന്നു. നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ വളരെ നിശബ്ദവും വളരെ ശാന്തമായിട്ടും പ്രവർത്തിക്കുന്ന ഒന്നാണ്. നമ്മളുടെ ആവേശം എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. ആവേശം കൊണ്ടാണ് മനുഷ്യർക്ക് ദുഃഖവും ദുരന്തവും ഉണ്ടാകും. ആവശ്യം ഒരിക്കലും ദുഃഖത്തിനും ദുരന്തത്തിനും ഇടയാക്കുന്നില്ല. അവനവനെ അനുഭവിക്കുമ്പോഴാണ് ശരിക്കും സഹകരണം. എത്രത്തോളം സഹകരിക്കാൻ സാധിക്കും? സഹകരണത്തിൽ യാതൊരു വെറുപ്പോ വിദ്വേഷമോ ആശങ്കയോ പരിഭ്രമോ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വാധീനമോ ഉണ്ടാകത്തില്ല. നമ്മളിൽ സജീവമാകുമ്പോൾ ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം ഉണർന്നു വരാൻ. ഹരികുമാർഹായ. You're from Calcutta, Calicut, CLT. When something bad happens, blame me, but good happens, I am not able to take the credit. Is it like I'm looking for other people confirmation how to avoid it and be happy by yourself? നമ്മളെ തന്നെ നമ്മൾക്ക്
നിരന്തരമായിട്ട് അനുഭവിക്കുന്ന ഭാഗം. നമ്മൾ ഗുഡും ബാഡും അല്ല. ബാഡ് ഹാപ്പൻസ്, അങ്ങനൊരു കാര്യം ജീവിതത്തിലില്ല. നമ്മൾ ശരിയെന്ന് പറഞ്ഞ് തീരുമാനിച്ചു വച്ചിരിക്കുന്ന ചില വ്യവസ്ഥകൾ കൊണ്ടാണ് ഗുഡ് ഹാപ്പൻസ് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഭാഗം എന്നും മനോഹരമായിട്ട് സംഭവിക്കുന്ന, നിരന്തരം അങ്ങനെയാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോഴാണ് നമുക്ക് ആശ്വാസം. നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാഗം കൃത്യമായിട്ട് ഉണർത്തിക്കൊണ്ടുവന്നാൽ ആന്തരികമായിട്ടുള്ള പ്രവർത്തനം സജീവമാകുമ്പോൾ, ശ്രദ്ധയിൽ സജീവം, തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾക്കൊരിക്കലും ഐക്യവും വ്യക്തതയും ഉണ്ടാകത്തില്ല. അതവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതുന്നത് കൊണ്ട് നമുക്ക് ഗുണമില്ല. നമ്മളാക്കുന്ന അനുഭവം കൃത്യമാകുമ്പോഴാണ് നമ്മൾ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറുന്നത്. ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് നമ്മളുമായിട്ട് വൃത്തിയായിട്ട് സഹകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. തുടർച്ചയായിട്ട് നമ്മളുമായിട്ട് സഹകരിക്കാൻ പറ്റുമ്പോൾ ആരും ദൈവത്തെ പറ്റി പറയേണ്ടി വരത്തില്ല. ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ അനുഭവത്തെ വിലയിരുത്തുമ്പോൾ അനുഭവത്തെ വേണമെങ്കിൽ ദൈവമെന്ന് വിളിച്ചോളാം. അല്ലാതെ മറ്റൊരു ശക്തി ഇരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗമില്ല. മറ്റൊരു ശക്തി എങ്ങും നമ്മളെ നിയന്ത്രിക്കുന്നില്ല. നമ്മളെ തന്നെ നമ്മൾ അനുഭവിക്കുന്നിടത്ത് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വസ്തുത തെളിഞ്ഞു വരും, കൃത്യമായിട്ട് തെളിഞ്ഞു വരും. ഇതിത്രമേ ഉള്ളു. എത്രത്തോളം നമ്മളെ ശ്രദ്ധിച്ച് നമുക്ക് തുടരാൻ സാധിക്കുന്നു, അവിടെയാണ് ജീവിതം തുടരുന്നത്. അനുഭവം നിലനിർത്താൻ പറ്റാത്തപ്പോഴാണ് നമുക്ക് ദുഃഖവും ദുരന്തവും. സന്തോഷത്തെ അല്ല തേടേണ്ടത്. സന്തോഷം സദാ അനുഭവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ദുരന്തമേ ഉണ്ടാകത്തുള്ളൂ. സന്തോഷിക്കുകയല്ല വേണ്ടത്. സന്തോഷിക്കുന്നതിന് പകരം അനുഭവത്തിന് സ്ഥാനം കൊടുക്കുക. അപ്പം മനസ്സിലാവും സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ്. പിന്നെ എന്താണ് ടെമ്പിൾ, ചർച്ച്? ഇവിടെ അങ്ങനെ മനുഷ്യനെ വൃത്തിയായിട്ട് അനുഭവിക്കാത്തത് കൊണ്ട് തലമുറകളായിട്ട് പല കാര്യങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട്. തലമുറകളായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് പള്ളിയും അമ്പലങ്ങളും മാത്രമല്ലല്ലോ, എന്തെല്ലാം മനുഷ്യന് പ്രതികൂലമായിട്ടുള്ള മയക്കുമരുന്ന്, കള്ള്, കഞ്ചാവ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഈ പള്ളിയും അമ്പലങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇതെങ്ങനെ വന്ന്? അതിനേക്കാൾ ഉപരി എന്തെല്ലാം വിധത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുന്നു. ഈ പള്ളിയും അമ്പലവും കൊണ്ട് ഈ രോഗമോ എന്തെങ്കിലും മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഭാഗം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗം, ഞാൻ അനുഭവിക്കാൻ ഞാൻ എത്രത്തോളം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നെ അനുഭവിക്കുന്നിടത്താണ് എൻ്റെ തെളിച്ചം വരുന്നത്. എന്താ ക്രിട്ടിക്കൽ തിങ്കിങ് എഴുതിയിരിക്കുന്നത്? സന്തോഷത്തെ തേടേണ്ട, ദുഃഖത്തെ തേടിയാലോ? സന്തോഷം തേടുന്ന ദുഃഖമുള്ളവരാ. സന്തോഷം തേടുന്ന ദുഃഖമുള്ളത് കൊണ്ടാണ് സന്തോഷം തേടുന്നത്. അല്ലെങ്കിൽ സന്തോഷത്തെ ആരും തേടത്തില്ല. ദുഃഖിക്കുന്നതിന് കാരണം എന്താണ്?
സമാധാനപരമായിട്ട് അവനവനിൽ സജീവമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രാപ്തിയില്ല, പ്രായപൂർത്തിയായി, പറച്ചില് മാത്രം. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവനാണ് പ്രായപൂർത്തി എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളത്, അല്ലെങ്കിൽ ഒരു കഥയില്ല. മനസ്സ് എന്ന് പറയുന്നത് ചുറ്റുപാടും കാണുന്ന അവസ്ഥയുടെ പ്രതിബിംബം ശേഖരിച്ചു വെച്ചിരിക്കുന്നൊരു ഭാഗം. ചുറ്റുപാടുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് മനസ്സ്. ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സ് അപ്രസക്തമാവും. യോഗ ആണോ ശരിയായ വഴി? തിരിച്ചറിവ്, തെളിച്ചമാണ് ശരിയായ വഴി. നിരന്തരം പ്രവർത്തിക്കുന്ന ഭാഗം, നിരന്തരം പ്രവർത്തിക്കുന്നതിനോടൊപ്പം വളരെ ശ്രദ്ധയോടുകൂടി തുടരുമ്പോൾ നമ്മൾക്ക് തെളിച്ചമുണ്ടാവും. നിരന്തരം പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് നൈരന്തര്യത്തിലാണ് നമ്മളുടെ തെളിച്ചം സംഭവിക്കുന്നത്. അല്ലാതെ ബുദ്ധി കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവനവനെ അനുഭവിക്കാൻ എന്ത് ചെയ്യണം? ശരീരത്തിൻ്റെ പ്രവർത്തനം, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, നമുക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ശരീരത്തിൻ്റെ പ്രവർത്തനം, ആന്തരികമായിട്ടുള്ള അവയവങ്ങളുടെ സജീവത, ശരീരത്തിൻ്റെ ഉള്ളിൽ നല്ല വിധത്തിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുള്ളൂ. ഇത് നമ്മൾ ശ്വാസം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വികാസം ശരിക്ക് സംഭവിക്കാത്തതുകൊണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകുന്നു, ദഹനശേഷി കുറയുന്നു, തന്മൂലം നമുക്ക് രോഗങ്ങളുണ്ടാകുന്നു. നിരന്തരം സജീവമായിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ നിരീക്ഷിച്ച് അനുഭവിച്ച് നിരീക്ഷണത്തിനോടൊപ്പം അനുഭവവും കൂടി ആകുമ്പോഴാണ് ശരിയായിട്ടുള്ള സത്യസന്ധത. ഉള്ളത് മാറ്റങ്ങളുടെ പ്രക്രിയയാണ്, അതിൽ അസ്വസ്ഥനായിട്ട് കാര്യമില്ല. അസ്വസ്ഥത നമ്മുടെ തെളിച്ചത്തിൻ്റെ ഭാഗമല്ല. നമ്മൾ ബുദ്ധി കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് അസ്വസ്ഥത. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവൻ്റെ സ്പന്ദനത്തിൽ യാതൊരു അസ്വസ്ഥതയുമില്ല. മാറ്റം തീർച്ചയായിട്ടുമുണ്ട്. മാറ്റമില്ലാത്ത ഞാനെന്ന് പറയുന്ന ബോധത്തിൽ നിന്നുകൊണ്ട് മാറ്റത്തെ വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഭാഗം യാതൊരു പ്രശ്നവും രോഗങ്ങളും ഒന്നുമില്ലാതെ ശാന്തമായിട്ട് നമ്മൾക്ക് നമ്മളെ അനുഭവിച്ച് തുടരാൻ സാധിക്കും. അത് നിരന്തരം ജാഗ്രത പുലർത്തിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. മുടിയും താടിയും മുറിച്ച് നടന്നു പോയി. നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതെല്ലാം അവിടെ നിലനിൽക്കേണ്ടതാണ്. മറ്റുള്ള മനുഷ്യർ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടാണ് ദുഃഖവും ദുരന്തവും ആരംഭിച്ചത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതിന് പകരം നമ്മളിലെ സൗകര്യം അനുഭവിക്കുന്നിടത്താണ് ജീവിതം. മുടി തലയിൽ വളരുന്നതാണ്, താടി ശരീരത്തിൽ വളരുന്നതാണ്. എല്ലായിടത്തും എപ്രകാരമാണ് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്, അതപ്രകാരം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ജീവിതം. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് നമ്മളിങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇരുത്താൻ നോക്കിയാൽ ഇരിക്കുന്നതല്ല ജീവിതം. അതിൻ്റെ സൗഭാഗ്യതയിൽ ആണത് തുടരുന്നത്. എന്താണ് തെളിച്ചം? തെളിച്ചം നമ്മളെ നിരന്തരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നിടത്താണ് തെളിച്ചം. നമ്മളിലുണ്ടാകുന്ന നൈമിഷിക മാറ്റത്തെ സസൂക്ഷ്മം പരിശോധിച്ച് നിരന്തരം അതുമായിട്ട് താതാമ്യം പ്രാപിച്ച് തുടരാൻ സാധിക്കുന്നതാണ് ജീവിതം. നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം യാതൊരു പ്രതിസന്ധിയുമില്ലാതെ കാണാൻ പറ്റും.
നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ തുടർച്ചയാണ് ജീവിതം. ആ നൈരന്തര്യത്തിലാണ് തെളിച്ചമുണ്ടാകുന്നത്. അതെ, അവനവനെ കൃത്യമായിട്ട് മാറ്റത്തെ വിലയിരുത്തി, അവനവനിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ യാഥാർത്ഥ്യം, സാവകാശം, നിരന്തരം ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്നൊന്നായി തൊട്ടെണ്ണി കൃത്യമായിട്ട് വിലയിരുത്തി കൊണ്ടുവരുമ്പോൾ സ്വബോധം വളരെ വ്യക്തമായിട്ട് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവസരം വളരെ ലളിതമാണ്. യാതൊരു കഷ്ടപ്പാടുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മനുഷ്യരും സവിശേഷതയുള്ളവരാണ്. അവരവരിലെ സവിശേഷത അവരവർക്ക് തന്നെത്താൻ ശ്രദ്ധാപൂർവം അനുഭവിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഓരോ വ്യക്തിക്കും സവിശേഷതയുള്ള വ്യക്തികൾ തന്നെയാണ് എല്ലാവരും. അവനവനെ താല്പര്യപൂർവം സൂക്ഷിച്ച് അനുഭവിച്ച് കൊണ്ടുപോകുന്നത് ഓരോ വ്യക്തിയുടെയും കഴിവാണ്. എത്രത്തോളം അവനവനിൽ ഉണ്ടാകുന്ന അനുഭവത്തെ ശ്രദ്ധിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു, അവർക്ക് മാത്രമേ സ്വസ്ഥത കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും കഴിവാണ്. അവനവനിൽ നിലനിൽക്കുന്ന കഴിവിനെ എങ്ങനെയെല്ലാം ശ്രദ്ധാപൂർവം ഉണർത്തിക്കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ പറ്റുന്നു, അവനവനിലുള്ള കഴിവിനെ എങ്ങനെയാണ് ഒരു വ്യക്തി ഉണർത്തിക്കൊണ്ടുവരുന്നത്, അതിനനുസരിച്ചാണ് ആഗ്രഹം എങ്ങനെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു. ആഗ്രഹം അല്ല യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നത്. യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധമില്ലായ്മ കൊണ്ടാണ് ആഗ്രഹം നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മളായിട്ട് നിലനിൽക്കാനുള്ള കാരണവും നമ്മുടെ ആഗ്രഹവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആഗ്രഹത്തിനൊരു ശക്തിയുമില്ല. ആഗ്രഹത്തിനൊരിക്കലും പ്രാപ്തിയും ഉണ്ടാകത്തില്ല. നമ്മളായിട്ടിരിക്കുന്ന അനുഭവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ആഗ്രഹിക്കേണ്ട അവസരങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് മാറിപ്പോകും. ആഗ്രഹത്തിനൊരിക്കലും വലിയ ശക്തി ഉണ്ടാകത്തില്ല. നമ്മളെ ശരിയായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തോട്ട് എത്തുമ്പോൾ ആഗ്രഹങ്ങൾ മെല്ലെ മെല്ലെ വഴിമാറത്തരും. കാരണം ആഗ്രഹം ദുർബലമാണ്. നമ്മളെ അനുഭവിക്കുന്നിടത്താണ് ശരിയായിട്ടുള്ള ശക്തി തെളിഞ്ഞു വരുന്നത്. ജീവിക്കാൻ എന്തൊക്കെ വേണം? ജീവിക്കാൻ നമ്മളിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാത്തിനെയും ഏകോപിപ്പിച്ച് ഐക്യത്തിൽ കൊണ്ടുവരുന്നിടത്താണ് ജീവിതമാകുന്നത്. നമ്മളിൽ കാൽപാദം തൊട്ട് ശിരസ് വരെയുള്ള പ്രവർത്തനം ആയിരിക്കണം നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരേണ്ടത്. ആ ശ്രദ്ധ
നമ്മളിൽ ഉണരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും നമ്മളിൽ നിന്ന് തന്നെ ഉണർന്നു വരും. നമ്മൾ കൊണ്ടുവന്ന് ഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതമാകത്തില്ല. ജീവിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൃത്യത അനുഭവത്തിൽ കൊണ്ടുവരുമ്പോൾ വ്യക്തത എല്ലാവർക്കും ലഭ്യമാവും. ഇതെല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. സ്വതന്ത്രമായിട്ട് ജീവിക്കുക. കാശ് കൂടുതൽ ഉണ്ടാക്കിയെന്നോ കൂടുതൽ പഠിച്ചത് കൊണ്ടോ ഒന്നും ജീവിതം മെച്ചപ്പെടത്തില്ല. ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന അവസ്ഥ അനുഭവത്തിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. മനസ്സിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നെഗറ്റിവിറ്റിയാണ് മുഴങ്ങുന്നത്. ശരീരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വേദനയാണ് പ്രത്യക്ഷമാകുന്നത്. മനസ്സിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നെഗറ്റിവിറ്റിയാണ്, ശരീരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വേദനയാണ്. അതൊക്കെ നമ്മളെടുത്തിരിക്കുന്ന തീരുമാനമല്ലേ. നമ്മൾ നിരന്തരമായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ മനസ്സുമൊക്കെ നിർവീര്യം ചെയ്യപ്പെടും. ശരീരത്തിൻ്റെ ദുർബലമായിട്ടുള്ള അനുഭവങ്ങളും നിർവീര്യം ചെയ്യപ്പെടും. വളരെ സാവകാശം. കാരണം വേദന വന്നതുകൊണ്ട് അവിടെ നിർത്തരുതും. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഉണർന്നു തുടരുമ്പോൾ വേദന നിർവീര്യം ചെയ്യപ്പെടും. ഒരു വേദനയും നമ്മുടെ ഉള്ളിൽ നിൽക്കത്തില്ല. ഒരു വേദനയും നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ വേദന വന്നപ്പോൾ നമ്മൾ ആശ്വാസവും സുഖവും ഒക്കെ തേടിപ്പോയാൽ ശരീരത്തിൻ്റെ സ്വമേധായുള്ള റിപ്പയർ ചെയ്യാനുള്ള പ്രാപ്തി അവിടെ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് തലമുറകളായിട്ട് മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന ജീവിയായിട്ട് മാറിയത്. മനുഷ്യൻ ഇപ്പോഴും ശ്രമിക്കുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ശ്രമിക്കുന്നത്. സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം അസ്വസ്ഥത ഉണ്ടാക്കാതെ ഇരുന്ന് നോക്കിക്കേ. അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് പിന്നെ സ്വസ്ഥത അന്വേഷിക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. സ്വസ്ഥത അന്വേഷിക്കാൻ പോകുന്നതിന് പകരം അസ്വസ്ഥത ഉണ്ടാക്കാതെ ഇരിക്കുക. അതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള തെളിച്ചത്തിൻ്റെ ഭാഗം. നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗം. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾക്കതിനകത്ത് ഇടപെടേണ്ടി വരുന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് സുതാര്യതയില്ലാത്തത് കൊണ്ടാണ്. Oh my God, it's Baba Ramdev. നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗത്ത് തെളിച്ചം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. നിരന്തരം പ്രവർത്തിക്കുക. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് തെളിച്ചം നിലനിർത്താനുള്ള നമ്മുടെ ഉത്തരവാദിത്വം യാതൊരു കോട്ടവുമില്ലാതെ ശരീരത്തിൻ്റെ പ്രവർത്തനം നിരന്തരം എക്സ്പാൻഷൻ കോൺട്രാക്ഷനിലാണ്. അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ നമുക്ക് സ്വമേധയാ ഓണാശംസകൾ.
ബിജുക്കന് ഓണാശംസകൾ. നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. ദുർബലമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന്, അപ്രസക്തമായിട്ടുള്ള ആവേശത്തിൽ നിന്ന്, തീവ്രമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സ്വാധീനത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മോചനം കിട്ടും. നൈരന്തര്യതയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ സാവകാശം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇത്രയ്ക്കേറെ പെരുകിയിട്ടുള്ളത് കൊണ്ട് അപകടവും ദുഃഖവും ദുരന്തവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിയന്ത്രണമില്ലാതെ പ്രത്യുൽപാദനത്തിന് മാത്രം അമിത സ്ഥാനം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനായിട്ടിരിക്കുന്ന അനുഭവം ഒട്ടും തന്നെയില്ല. മനുഷ്യർ അന്നേരം തോന്നുന്ന കാര്യങ്ങളുടെ നിയന്ത്രണത്തിൽ പെട്ടുകിടക്കുകയും നൈമിഷികമായിട്ട് ബാഹ്യമായിട്ടുള്ള അവസ്ഥയുടെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ നിയന്ത്രണത്തിൽ പെട്ടതുകൊണ്ട് മനുഷ്യ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യ സമാധാനം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മം പരിശോധിച്ച് അനുഭവത്തിന് സ്ഥാനം കൊടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വ്യക്തിക്ക് വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അനുഭവമാകണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഐശ്വര്യമാണ് അവനവനെ തന്നെ അനുഭവിക്കുക എന്ന് പറയും. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും നമുക്ക് ലഭ്യമാകാനില്ല. വേറെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും അതെല്ലാം നൈമിഷികമായിട്ടുള്ള അനുഭവം മാത്രമേ തരത്തുള്ളൂ. നിരന്തരമായിട്ട് നമ്മളെ അനുഭവിക്കുന്നിടത്താണ് ജീവിത സാധ്യതകൾ. ഏറ്റവും വിലപ്പെട്ടതാണ് അവനവനെ നന്നായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത്. നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ തെളിച്ചത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു മാറ്റി നിർവീര്യം ചെയ്ത് പ്രപഞ്ചവും പ്രകൃതിയുമായിട്ട് താതാമ്യം പ്രാപിച്ച് ഒത്തൊരുമിച്ചിരുന്ന തെളിച്ചം അതിമനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ സാധ്യതകൾ മാത്രം അനാവശ്യമായിട്ടുള്ള യാതൊരു പ്രവർത്തനത്തിലോട്ടും ശ്രദ്ധ തിരിയാതെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം മാത്രം അനുഭവിക്കാനുള്ളൊരു മഹനീയമായിട്ടുള്ളൊരവസരം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് അതിനൊരു ഗുരുവോ ശിഷ്യനോ അങ്ങനൊരു ബന്ധമൊന്നും ആവശ്യമില്ല. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്ഥാനം കൊടുത്താൽ തന്നെത്താൻ തെളിഞ്ഞു വരും. എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അത് ഏതോ ഒരു വ്യക്തിക്ക് യാദൃശ്ചികമായിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹമോ അനുഭവമൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും ആകാവുന്ന, തെറ്റായ രീതിയിൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് തപസ്സൊക്കെ ചെയ്ത് കുറേ യാഗമൊക്കെ ചെയ്ത് കിട്ടുന്ന എന്തൊക്കെയാണ്, ഒന്നുമല്ല. ശ്രദ്ധാപൂർവം നമ്മൾ നിരന്തരം അനുഭവത്തിന് സ്ഥാനം കൊടുത്ത് കൊണ്ടുപോയാൽ ആകാവുന്ന ഒന്ന് മാത്രമാണ് ആശ്വാസം. നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അനുഭവത്തിൽ തുടർന്ന് കൊണ്ടുപോയാൽ സാധിക്കാവുന്നതാണ് ആശ്വാസം.
മത്സരബുദ്ധി എവിടെ നിന്നുണ്ടാവുന്നു? നമ്മളെ തെളിച്ചത്തിൽ അനുഭവിക്കാത്തത് കൊണ്ടാണ്. നമ്മളെ തെളിച്ചത്തിൽ അനുഭവിക്കാത്തത് കൊണ്ടാണ് മത്സരബുദ്ധി ഉണ്ടാകുന്നത്. കൃത്രിമമായിട്ടുള്ള സങ്കല്പം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നിടത്ത് നിന്ന് ആണ് മത്സരബുദ്ധി ഉണ്ടാകുന്നത്. പഠിപ്പിച്ചതാണ് ഞാൻ, പഠിച്ചത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തോന്നലാണ് മനുഷ്യന് മത്സരബുദ്ധി. പഠിച്ചത് കൊണ്ടല്ല, അനുഭവമുള്ളത് കൊണ്ടാണ്. അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരുമ്പോൾ സാവകാശം ഉണരും. വളരെ വ്യക്തമായിട്ട് സാവകാശം പ്രവർത്തിച്ച് നമ്മളെ നിലനിർത്തുന്ന സവിശേഷത അനുഭവത്തിൽ ഉണർന്നാൽ മാത്രം മതി. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നൈരന്തര്യതയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ആശ്വാസം, മത്സരബുദ്ധി തനിയെ കൊഴിഞ്ഞു പോകും. മത്സരിച്ചാൽ നമ്മൾ ജയിച്ചാലും നമുക്ക് നാശം തന്നെ. മത്സരിച്ചാലും ദോഷമാണ്, ജയിച്ചാലും ദോഷമാണ്, തോറ്റാലും ദോഷമാണ്. മത്സരിക്കാതെ ഇരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് അനുഭവിക്കണം. മത്സരബുദ്ധിയാണ് അഹങ്കാരത്തിന് കാരണമാകുന്നത്. നമ്മൾ തന്നെ നമ്മളെ ഇതാണെന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് മത്സരബുദ്ധി വരുന്നത്. നമ്മളെ നിരന്തരം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് മത്സരബുദ്ധി ഉണ്ടാകത്തില്ല. കാരണം മത്സരിക്കാനൊന്നുമില്ല, നിരന്തരം സത്യസന്ധമായിട്ട് അനുഭവിക്കുവാനേ ഉള്ളൂ. ആരോടും യാതൊരു കാരണവശാലും എതിർക്കാനോ കൂട്ടിച്ചേർക്കാനോ ഇല്ല എന്നുള്ള ബോധ്യം, എല്ലാവരുമായിട്ട് ഒരേപോലെ സഹകരിക്കാനുള്ള അനുഭവത്തിലാണ് മനുഷ്യൻ സ്വതന്ത്രനാകുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇമ്പൾസ് വിട്ടൊഴിയുമ്പോൾ എല്ലാം ശരിയാകും പോലെ തോന്നാം. എന്തോ ഇമ്പൾസ് വിട്ടൊഴിയുമ്പോൾ എല്ലാം ശരിയാകും പോലെ തോന്നാം. പക്ഷേ പ്രായോഗിക ലോകത്ത് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ബുദ്ധനെ പോലെ എല്ലാം വിട്ടൊഴിയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ബുദ്ധനെ പോലെ ഒന്നും വിട്ടൊഴിയേണ്ട. നമുക്കുള്ളതെല്ലാം നമുക്ക് പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നിടത്താണ്. ഈ ബുദ്ധനും യേശു ക്രിസ്തുവൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖവും ദുരന്തവും ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരാളെപ്പോലെയും ആകാൻ പറ്റത്തില്ല. ഇതാദ്യം മനസ്സിലാക്കണം. നമ്മൾ സമൂഹത്തിൽ കാണുന്ന അപകടം ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പ്രായോഗികമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് തുടരുമ്പോൾ ജീവിതത്തിൻ്റെ സർവ്വസാധ്യതയും തെളിഞ്ഞു. ഇത് മറ്റെന്തോ ആകണം, ഇതൊന്നും ശരിയല്ല, ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ശരിയല്ല, ഇത് പാടില്ല, അങ്ങനെയല്ല. ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് പ്രായോഗികമായിട്ട് നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് സമാധാനം. ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എന്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല? ശ്രദ്ധയില്ലാത്തത് കൊണ്ട്. ശ്രദ്ധയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? മതവും വിശ്വാസവും കുറേ കഥാപാത്രങ്ങളെ ഇറക്കുമതി ചെയ്തു അവരെപ്പോലെ ആകാൻ ശ്രമിച്ച് അവനവനായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ഒട്ടും തിരിച്ചറിയാതെയായി. അതാണ് ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കാരണം, അല്ലാണ്ട് മറ്റൊന്നുമല്ല. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ആൾക്കാരുമായിട്ട് പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ചാൽ വളരെ വൃത്തിയായിട്ട് സഹകരിക്കാൻ പറ്റും. ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആശ്വാസത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. ഇത് ഏതോ ഒരു വ്യക്തിയുടെ ജീവിതം
നമ്മളെ പഠിപ്പിച്ചിട്ട് അതുപോലെ ആകാൻ നോക്കിയാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിലനിൽക്കുന്ന അവസ്ഥ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്, വളരെ വ്യക്തമാണ്. ഇതാർക്കും സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റത്തില്ല. ഇത് നിരന്തരം പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ആ നൈരന്തര്യതയിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആശ്വാസം. വേറെ ഒന്നുമില്ല, ഒന്നും ഉപേക്ഷിക്കലല്ല, മനസ്സിലായി, ഒന്നും തള്ളിക്കളയലല്ല, ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആരെയൊക്കെ പോലെ ആകാൻ ശ്രമിച്ചാൽ ജീവിതം തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ മനോഹരമായിട്ട് അനുഭവിക്കാം. അല്ലാതെ വേറൊന്നുമില്ല. അവനവനെ അറിയാൻ എങ്ങനെ പ്രവർത്തിക്കണം? നമ്മളാകാനായിട്ട് സമയത്ത് ആഹാരം കഴിക്കുക, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, അതുപോലെ തുടർന്ന് ശ്വാസം, ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിർണായകമായിട്ട് പങ്ക് വഹിക്കുന്ന, നമ്മളെ തെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അതിന് സ്ഥാനം കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. വേറെ എന്താ വേണ്ടത്? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിരന്തരം നമ്മളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മറ്റെന്തോ നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഈ അനുഭവം നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത്. അതിൽ വേറെ ഒന്നുമല്ല. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗവുമായിട്ട് യാതൊരു കാരണവശാലും ഒരു ശ്രദ്ധയും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, വേറെ ഒരു കാര്യമില്ല. അത് കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നുമല്ല ജീവിതം വളരെ മനോഹരമാണ്, വളരെ ആശ്വാസകരമാണ്, ആനന്ദകരമാണ്, വളരെ നിഷ്പ്രയാസം, എല്ലാ മനുഷ്യർക്കും സാധിക്കാവുന്നതാണ്. പക്ഷേ മനുഷ്യനായിട്ടിരിക്കുന്നതിന് പകരം മനുഷ്യൻ മറ്റുള്ളവർക്ക് വേല ചെയ്ത് അവൻ്റെ പ്രശംസ, അവൻ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതാകുന്ന രീതി, അവിടെയാണ് നമുക്ക് നാശം. മറ്റൊരുത്തൻ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമുക്ക് കഷ്ടപ്പാട്. നല്ല അഭിപ്രായവും പറയും ആൾക്കാർ, ചീത്ത അഭിപ്രായവും പറയും. അവർക്ക് അന്നേരം തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ജീവൻ പ്രവർത്തിക്കുന്ന ഭാഗം അനുഭവിക്കാൻ ശ്രദ്ധ ജീവൻ പ്രവർത്തിക്കുന്നിടത്ത് വേണം. എന്നാൽ മാത്രമേ ആശ്വാസം. ലോകം മൊത്തം പരാജയമാണ്, ഞാൻ മാത്രമാണ് പരിപൂർണൻ എന്നൊരു വിലയിരുത്തൽ അതൊരു പ്രശ്നമല്ലേ? ലോകം മൊത്തവും ഞാനും ലോകവും തമ്മിൽ വേറിട്ട് നിൽക്കുകയല്ല. ലോകവും ഞാനും എല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ലോകവും പ്രപഞ്ചവും സർവ്വതും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാനുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ അനുഭവിക്കുന്ന ജീവൻ, അല്ലാണ്ട് മറ്റൊന്നുമില്ല. രണ്ടല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിച്ചാണ് നിൽക്കുന്നത്. എവിടെയാണ് ശരീരത്തിൻ്റെ അതിര് കണ്ടെത്താൻ പറ്റില്ല. അനുഭവിച്ച് തുടരുമ്പോൾ എത്രത്തോളം തുടരുന്നു അത്രയും ജീവിക്കുന്നു. അനുഭവം മാത്രമേ ഉള്ളൂ നമുക്ക് നിലനിൽക്കാനായിട്ട് കാരണമാണ്. നല്ല വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ഒരിക്കലും സാധ്യമല്ല. ബുദ്ധി കൊണ്ട്, വിശ്വാസം കൊണ്ട് സ്വർഗം, ദൈവം, നരകം ഇതെല്ലാം മനുഷ്യൻ്റെ മാത്രം സൃഷ്ടിയാണ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ പ്രപഞ്ചം സൃഷ്ടിച്ചല്ല സ്വർഗവും നരകവും ദൈവവും. സൽക്കർമ്മങ്ങളൊക്കെ ഇതൊന്നും പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തൊക്കെ വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് അപകടം. അവനവനെ സ്വമേധയാ അനുഭവിച്ചു വരുമ്പോൾ ആശ്വാസം. അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ കൊണ്ടിരിക്കണം. ശ്വാസമല്ല, ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ശ്വാസമുള്ളത്. ശരീരം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് ശ്വാസം, വിശപ്പ്, ദാഹം ഇതെല്ലാം സംഭവിക്കുന്നത്. പകരം ശ്വാസത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മളെ വൃത്തിയായിട്ട്
അനുഭവിക്കാനോ തെളിച്ചത്തിലോട്ട് എത്താനോ സാധ്യമല്ല. ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്രദ്ധിച്ചാൽ സാവകാശം ശരീരത്തിൻ്റെ സർവ്വകാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിലുണരും. തലമുറകളായിട്ട് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ പൊട്ടത്തരങ്ങളാണ്. പാലിക്കാൻ ശ്രമിച്ചാണ് ദുഃഖവും ദുരന്തവും. വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കാൻ കേൾപ്പുള്ള ശരീരം, അതിൻ്റെ ഉള്ളിൽ അത് എപ്രകാരം നിലനിൽക്കണമെന്നുള്ളതിൻ്റെ സർവ്വസാധ്യതയും അതിൻ്റെ ഉള്ളിലാണുള്ളത്. പുസ്തകത്തിലല്ല ഉള്ളത്, നമ്മളിലാണുള്ളത്, അനുഭവത്തിലാണുള്ളത്. ഏത് ഗ്രന്ഥമെടുത്ത് വായിച്ചാലും അനുഭവിക്കുന്നത് പോലെ ആകത്തില്ല. അനുഭവിക്കുന്നിടത്ത് സത്യസന്ധത മാത്രമേ ഉള്ളൂ. ആരും ആരെയും ഉപദ്രവിക്കാനോ അടിക്കാനോ തല്ലാനോ മോഷ്ടിക്കാനോ കള്ളത്തരം പറയാനോ പോകത്തില്ല. എന്തുകൊണ്ട് പോകുന്നു? ഈ ഗ്രന്ഥം പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. എല്ലാ രാജ്യത്തും ലോകത്തുള്ള എല്ലാ ഭാഗത്തും അക്രമവും വഞ്ചനയും ചതിയും എല്ലാവരും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അനുഭവിക്കുന്നിടത്ത് ആരും ആരെയും ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ചതിയോ വഞ്ചനയ്ക്കോ തുനിയത്തില്ല. ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളുണ്ട്. എല്ലായിടത്തും രോഗങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മതം നല്ലതാണ്, മറ്റേ മതത്തിൻ്റെ കുഴപ്പമാണ്. ഇല്ല, എല്ലാ മതവും മനുഷ്യനെ നശിപ്പിക്കുന്ന ഭാഗത്ത് മാത്രമാണ്. യാതൊരു സംശയം വേണ്ട. അനുഭവം ഒരിക്കലും ആരെയും നശിപ്പിക്കത്തില്ല. നിരന്തരമായിട്ടുള്ള അനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചാൽ മനുഷ്യന് ഉണർന്നാൽ മാത്രം മതി. പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ ഉണരത്തില്ല. അത് വായിച്ച് പഠിച്ചതാണ്. അതിനർത്ഥം മറ്റുള്ള മനുഷ്യരുണ്ടാക്കിയതാണ്. അനുഭവത്തെ അവനവൻ തന്നെയാണ് പ്രായോഗികമായിട്ട് വിലയിരുത്തുന്നത്. അവിടെയാണ് ആശ്വാസം. ആശ്വാസം എന്നേക്കുമുള്ളതാണ്. പുസ്തകമല്ല പ്രശ്നം, വ്യക്തികളുടെ വൈകാരികതയും വ്യക്തികളുടെ അനുഭവങ്ങളും രൂപപ്പെടുന്ന മാറ്റങ്ങളും അവിടെയാണ് പ്രശ്നങ്ങൾ. വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള വൈകാരികത വരാൻ കാരണം പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചത് വായിക്കാൻ നോക്കിയിട്ടാണ്. അനുഭവത്തിൻ്റെ വ്യവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പം ആർക്കുമില്ല. എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ സ്പന്ദനം. അപ്പോൾ വായിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം മുഴുവൻ. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടാൽ അറിയത്തില്ലേ അത് മനുഷ്യനാണെന്നും എന്നെപ്പോലെ തന്നെയാണ്, എൻ്റെ ആവശ്യം എന്താണ് അത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. ഇനി പ്രത്യേകിച്ച് തർക്കിക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും ആവശ്യമില്ല. എന്ത് പുതിയ ആശയം, പുതിയ മെസ്സേജ് ഒന്നുമില്ല. എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ഒരുപോലെയാണ് അന്തരീക്ഷം പങ്കിടുന്നത്. അവിടെ അന്തരീക്ഷത്തിൻ്റെ സ്വാധീനത്തിലാണ് നമ്മളുടെ ബുദ്ധി ഉറക്കുന്നത്. ബുദ്ധി ഉറച്ചു കഴിഞ്ഞാലാണ് ശൂന്യതയുമായിട്ടുള്ള ബന്ധം. ബുദ്ധി ശരീരം ഉറച്ചു കഴിഞ്ഞാൽ അതാണ് പ്രായപൂർത്തി. ശരീരം ഉറച്ചു കഴിഞ്ഞാലാണ് ആകാശമായിട്ടുള്ള ബന്ധം നമ്മളിൽ ഉണരുന്നത്. അപ്രകാരം ആകാശമായിട്ടുള്ള ബന്ധം ഉണരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് ഇന്ന് പഠിച്ചതുമില്ല, ആളുമില്ല, ഒന്നുമില്ല. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായെന്ന് പറഞ്ഞ കണക്കാണ്. മനുഷ്യൻ പറയും, തന്നെത്താൻ പറയും ഏറ്റവും വലിയ ബുദ്ധിജീവി മനുഷ്യനാണെന്ന് പറയും. പക്ഷേ മനുഷ്യൻ കാണിക്കുന്ന വൃത്തികേട്, അവനവനോട് തന്നെ കാണിക്കുന്ന വൃത്തികേട് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ ബീവറേജിൻ്റെ മുമ്പിലുള്ള ക്യൂ എന്താ കാരണം? ബീവറേജിൻ്റെ മുമ്പിലെ ക്യൂ മാത്രം കണ്ടാൽ മതിയല്ല. മനുഷ്യൻ യോഗ്യനാണോ? അല്ല. മദ്യവും മയക്കുമരുന്നും വിവേകത്തിൻ്റെ ലക്ഷണമാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അസമാധാനം എന്ന് പറയുന്നത് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്തുകൊണ്ടുണ്ടായി? അവനവനെ വൃത്തിയായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടുണ്ടായതാണ്. അത് വേറൊന്നും കൊണ്ടല്ല. ഇതെല്ലാം പുസ്തകം പഠിപ്പിച്ചത് കൊണ്ടാണ്. ബുദ്ധനെ എങ്ങനെ പരിചയപ്പെട്ടു? 10,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ബുദ്ധനെ ഗ്രന്ഥത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാശം. ബുദ്ധനെ യേശുക്രിസ്തുവിനെയൊക്കെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് പ്രശ്നം. അവനവനെ പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല. ബുദ്ധനെയും യേശുക്രിസ്തുവിനെയൊക്കെയാണ്, മുഹമ്മദ് നബീനെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവരാരെയും പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ നിലനിൽക്കുന്ന ജീവനുള്ള മനുഷ്യർ പരസ്പരമാണ് പരിചയപ്പെടുന്നതെങ്കിൽ ശാന്തി, സമാധാനം, വേറൊന്നുമില്ല. ഈ പുസ്തകങ്ങളാണ് മനുഷ്യനെ ഇത്രയും അധപ്പതിക്കാനായിട്ട് ഇടയാക്കിയത്. ബോധം ഒരിക്കലും നമ്മളെ നശിപ്പിക്കത്തില്ല. ബോധത്തിൽ യാതൊരു ഭിന്ന അഭിപ്രായവുമില്ല. അത് സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വഴിയൊരുക്കുന്നത്.
അവനവനെ അറിയാൻ യോഗ സഹായകമാണോ? യോഗമാണല്ലോ നിരന്തരം. യോഗ എന്ന് പറയുന്നത് ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നതല്ല. നിരന്തരം യോഗ എന്ന് പറയുന്നത് കൂടിച്ചേരലാണ്. ഓരോ എക്സ്പാൻഷനും കോൺട്രാക്ഷനും, ഓരോ എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അത് ഓരോ യോഗത്തിലാണ് ഇപ്പോഴും. നിരന്തരമായിട്ടുള്ള യോഗത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ ആശ്വാസത്തിൽ ജീവിക്കാൻ പറ്റൂ. യാതൊരു സംശയമില്ല. യോഗ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും കഴിച്ചെന്ന് അവർ പഠിപ്പിച്ചു തരുന്ന കുറേ ഫോർമുലാസും ടെക്നിക്കും ഒന്നുമല്ല. നിരന്തരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്രദ്ധിച്ച് നിരന്തരം കൊണ്ടുപോകുമ്പോൾ തനിയെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവം തെളിഞ്ഞു വരികയും ചെയ്യും. ഏറ്റവും എളുപ്പം അതാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളിലോട്ട് തിരിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്രയും വേദനിക്കുന്ന ശരീരമായിട്ട് മാറി. ശരീരം മുഴുവനും വേദനയുള്ളതാക്കി മാറ്റി. അവിടെ മറ്റുള്ളവരുടെ പ്രവൃത്തിയെ നോക്കി അവരെ വിമർശിക്കുക, തർക്കിക്കുക, തല്ലുപിടിക്കുക, ചത്തുപോവുക. ഇത് മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. സമ്പാദിക്കുക, സമ്പന്നനാകാൻ നോക്കുക. സമ്പന്നനായി സമ്പത്ത് തന്നെ നമുക്ക് ദുരന്തമായിട്ട് മാറുന്നു. അല്ല, വേറൊന്നുമില്ല. വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാനാകാതെ വരുമ്പോൾ അത് ക്രോധമായി മാറുന്നു. വെൽ, ദാറ്റ് നോട്ട് ഗുഡ് ഫോർ യു ആൻഡ് ഫോർ അതേഴ്സ്. തീർച്ചയായിട്ടും വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണം. അത് വിശക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് കൃത്യമായിട്ടറിയാം. ഭക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ടറിയാം. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം നമ്മളിൽ എങ്ങനെ ദഹിക്കുന്നു, ദഹിച്ച് ഊർജം എങ്ങനെ അനുഭവമായിട്ട് മാറുന്നു, ഇതെല്ലാം ശ്രദ്ധിക്കാനുള്ള പ്രാപ്തിയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് ഓടി നടന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് വൃത്തികെട്ടവനാകുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചാൽ പോരാ. ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ ദഹിച്ച് നമ്മൾ ഊർജമായിട്ട് മാറുന്നത് വരെ ശ്രദ്ധിക്കാനുള്ള പ്രാപ്തിയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പുസ്തകം വായിച്ചിട്ട് പുസ്തകം വായിക്കാൻ സ്ഥാനം കൊടുത്ത് അവനവനിലുണ്ടാകുന്ന മാറ്റത്തെ അറിയാതെയായി. അങ്ങനെയാണ് ദുഃഖത്തിനും ദുരന്തത്തിനും ഇടയായത്. അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ പറയുന്ന കാര്യത്തിന് സ്ഥാനം വന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാകത്തില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പ്രവർത്തിക്കുന്നത്. ഞാൻ എന്തു പറയുന്നു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. ആരെന്ത് പറഞ്ഞാലും അവർ പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോണില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കോട്ടം ആര് വിചാരിച്ചാലും കൊണ്ടുവരാനും പറ്റത്തില്ല. ആ തിരിച്ചറിവ് പോലും സമൂഹത്തിനില്ല. ഇവിടെ ആരെങ്കിലും വിചാരിച്ചാൽ 10 പേര് കൂടി ആലോചിച്ചാൽ ഇവിടെയുള്ള പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാറ്റത്തിന് കാരണമായിട്ടുള്ള മാറ്റം തന്നെയാണ് എന്നും കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കുന്നിടത്താണ് നമ്മളുടെ ജീവിതം. വിജയം എന്ന് പറയാം. മറ്റൊരാളെ തോൽപ്പിച്ചതല്ല വിജയം. നമ്മുടെ തെളിച്ചമാണ് നമ്മുടെ വിജയം. ജീവിത വിജയമായിരിക്കണം. ജീവിത അനുഭവത്തിലാണ് വിജയം. തോൽപ്പിക്കുകയല്ല ആരെയും. നമ്മളെ തിരിച്ചറിയുമ്പോൾ അതാണ് ജീവിതം. തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അനുഭവത്തിൽ തുടരുമ്പോൾ ലോകകാര്യങ്ങളിൽ ഇടപെടാതിരിക്കേണ്ടതുണ്ടോ? ലോകകാര്യങ്ങളിൽ ഇടപെടേണ്ടത് തന്മയത്വത്തോടുകൂടി വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രായോഗികമല്ലാത്ത ഒരു കാര്യത്തിലും തലയിടണ്ട. ഒരു കാരണവശാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു കൊണ്ടുപോകാവുന്നത് മാത്രമാണ്. അല്ലാതെ പ്രായോഗികമല്ലാത്ത പൊട്ടത്തരങ്ങൾ, കള്ളത്തരം, വഞ്ചന, ചതി ആവശ്യമില്ല. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ബോധം, രാഷ്ട്രത്തിലുണ്ടാകുന്ന വിഭവങ്ങളെ എങ്ങനെ സഹകരിക്കണം, അത് വളരെ വ്യക്തമല്ലേ. അതല്ലേ രാഷ്ട്രബോധം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിലുണ്ടാകുന്ന വിഭവങ്ങളെ, മൂല്യത്തെ എങ്ങനെ വിന്യസിപ്പിക്കണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്തൊന്നും അഴിമതി മനുഷ്യൻ്റെ ലക്ഷണമല്ല. അഴിമതി അത് മനുഷ്യ ലക്ഷണമല്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടാത്ത രോഗങ്ങളെല്ലാം പിടിപെടുന്നത്. രോഗം മനുഷ്യൻ്റെ ലക്ഷണമല്ല. കാരണം മനുഷ്യൻ്റെ പ്രാപ്തിയിൽ ആ രോഗത്തിനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ പണിയെടുക്കണം. ശരിക്കും നിരന്തരം പണിയെടുക്കണം. ഇത് മടിയന്മാർക്കുള്ള പരിപാടിയല്ല. ജോലി ചെയ്ത് കാശ് മേടിച്ചത് കൊണ്ട് പണിയായില്ല. നിരന്തരം സജീവമായിട്ട് ഉണർത്തിക്കൊണ്ടുവരുന്നതാണ് ശരിയായിട്ടുള്ള പണി. അപ്പോൾ മാത്രമാണ് ജീവിതമാകുന്നത്. അപ്പോഴേ ജീവിക്കത്തുള്ളൂ. റോൾ
റോഡ് അപകടം ഇല്ലാതാക്കാൻ പറ്റുമോ? അല്ല, റോഡ് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഗതാഗതം നമ്മളിലുള്ള ശരിയായിട്ടുള്ള ഗതാഗതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്രിമമായിട്ട് നമ്മൾ ഗതാഗതം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് അപാകതകളുണ്ട്. അതിനകത്ത് എന്താ സംശയം? റോഡ് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാവും 100%. കാരണം നമ്മളുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ചലനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തോട്ട് ചലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നിടത്ത് എല്ലായിടത്തും പ്രശ്നമുണ്ടാകും. അത് റോഡ് അപകടം മാത്രമല്ല, സൈക്കിൾ ഓട്ടിയാലും തെറ്റായിട്ടുള്ള എന്ത് ഭാഗത്തോട്ട് പോയാലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 100%. ഇത് യാതൊരു സംശയവും വേണ്ട. നിരന്തരം നമ്മൾ വിമാനം ഉണ്ടാക്കുന്ന, കപ്പലോടിക്കുന്ന, ഇതിനകത്ത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജൈവാവസ്ഥയുള്ള പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചാൽ അപകടങ്ങളില്ല, അനർത്ഥങ്ങളില്ല. അത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, അവിടെ അസൗകര്യങ്ങൾ എപ്പോഴും വേണേലും കടന്നു വരാം. അതിനകത്ത് യാതൊരു സംശയമില്ല. എല്ലാവരും ഇവിടെ ഇപ്പോൾ ദൈവങ്ങൾ തന്നെ. ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു മിഥ്യാബോധത്തിൽ നിന്ന് വന്നതാണ്. മനുഷ്യനെ അനുഭവിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള യാതൊരു സങ്കല്പത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകൾ, കഥാപുസ്തകങ്ങളൊക്കെ മാറിപ്പോകും. ജീവൻ്റെ അനുഭവം വളരെ വൃത്തിയായിട്ട് സുതാര്യമായിട്ട്. ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കണമെങ്കിൽ സ്വയം അനുഭവിക്കാൻ കഴിയും എന്നാണോ പറയുന്നത്? ശ്വാസോച്ഛ്വാസമല്ല, എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശ്രദ്ധിക്കുമ്പോൾ ശ്വാസം അതിൻ്റെ അനന്തരഫലമാണ്. ശരീരം എക്സ്പാൻഷനും കോൺട്രാക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തത്തിൻ്റെ ചംക്രമണവും നമ്മുടെ അനുഭവവും തെളിഞ്ഞു വരികയും, ശ്വാസം ശ്രദ്ധിച്ചാൽ നമ്മളവിടെ ഇരുന്ന് വെറുതെ ചത്തുപോകത്തേ ഉള്ളൂ, നമുക്ക് തെളിച്ചൊന്നും ഉണ്ടാകത്തില്ല. ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്രദ്ധിക്കുമ്പോൾ ശരീരത്തിൽ രക്തത്തിൻ്റെ ചംക്രമണം വൃത്തിയായിട്ട് വരും. അപ്പോഴാണ് അറിയുന്നത് ശരീരത്തിൽ എന്തെല്ലാം ദുർബലമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ശ്വാസം ശ്രദ്ധിച്ചാലും ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് ശ്വാസം ശ്രദ്ധിച്ച് ശ്വാസം അകത്തോട്ട് കയറുന്ന പുറത്തോട്ട് വന്ന് നമുക്ക് അധികാരമൊന്നും കിട്ടത്തില്ല, നമ്മളിൽ കിട്ടത്തില്ല. സാവകാശം നമ്മൾ ജീർണിച്ചു പോകത്തേ ഉള്ളൂ. നേരെ കുറച്ച് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, നട്ടെല്ല് നിവർന്നു വരും, നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങളെല്ലാം ഉണരും, നമ്മൾക്ക് തന്നെ നമ്മുടെ അനുഭവങ്ങൾ കൃത്യമാകും. ഇത് വളരെ വ്യക്തമായിട്ട് ആരൊക്കെ അവരവനോട് താല്പര്യമുണ്ട് ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ മനുഷ്യൻ തന്നെത്താൻ ഉണരും. അത് വേറെ ഒന്നും വേണ്ട. എല്ലാ മനുഷ്യരിലും നിരന്തരം പ്രവർത്തിക്കുന്നതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ഇന്ന് മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയായിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പട്ടിയും പൂച്ചയൊക്കെ ചെയ്യുന്നത് കാണാം. പക്ഷേ മനുഷ്യനിൽ ഒരല്പം ശ്വാസം, ഞവണിക്ക പോലെ അല്പം ശ്വാസം, അവൻ മടുത്ത്, അവൻ ജീവിക്കുന്ന ഭാഗത്ത് മടുത്തു മനുഷ്യൻ. അതുകൊണ്ട് ശ്വാസം പോലും എടുക്കുന്നില്ല ആവശ്യത്തിന്. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ശ്വാസം നല്ല രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഓക്സിജൻ കയറും, തലയൊക്കെ തെളി. നമസ്കാരം.